കുറുമാലി പുഴയിലേക്ക് മലിനജലം ഒഴുക്കിയിരുന്ന ഹോട്ടലിന് ആരോഗ്യവകുപ്പ് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകി. പുഴ മലിനമാക്കിയ ഹോട്ടൽ ഉടമകൾക്കെതിരെ നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കളക്ടറോട് ആവശ്യപ്പെട്ടു. മഴക്കാല കള്ളന്മാരെ കരുതിയിരിക്കാൻ ചാവക്കാട് ജനമൈത്രി പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം. രാത്രികാലങ്ങളിൽ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും അരികിൽ അപരിചിതരെ കണ്ടാൽ വിവരം അറിയിക്കണമെന്നും പോലീസ്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി കൊള്ളപ്പലിശയ്ക്ക് പണം നൽകിയിരുന്നയാളെ ഗുരുവായൂരിൽ അറസ്റ്റ് ചെയ്തു. കോട്ടപ്പടി സ്വദേശി സദാനന്ദനാണ് പിടിയിലായത്. നിരവധി ചെക്ക് ലീഫുകളും മുദ്രപത്രങ്ങളും വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്തു. നമസ്കാരം, ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. ദേശീയപാത കുറുമാലി പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്ന് മലിനജലം പുഴയിലേക്ക് ഒഴുക്കുന്നു. ആര്യാസ് ഹോട്ടലിൽ നിന്നുള്ള മലിനജലമാണ് പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത്. മാസങ്ങളായി പ്രവർത്തിക്കാത്ത ഹോട്ടലിലെ ശുദ്ധീകരണ പ്ലാന്റിൽ നിന്ന് മലിനജലം മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് പുഴയിലേക്ക് ഒഴുക്കിയിരുന്നത്. ഹോട്ടൽ പരിസരത്ത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണ് സംഭവം കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ ആരോഗ്യവകുപ്പിലും പോലീസിലും വിവരമറിയിക്കുകയായിരുന്നു. ഹോട്ടലിലെത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്റ്റോപ്പ് മെമ്മോ നൽകി ഹോട്ടൽ അടച്ചിടുവാൻ നിർദ്ദേശിച്ചു. 2 വർഷമായി ഹോട്ടൽ ഉടമകൾ പഞ്ചായത്ത് ലൈസൻസ് എടുത്തിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ NOC ലഭിക്കാതെയാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. മുരിയാട് ഹെൽത്ത് ഇൻസ്പെക്ടർ AJ കൃഷ്കുമാറിന്റെ നേതൃത്വത്തിലാണ് ഹോട്ടലിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പുതുക്കാട് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കുറുമാലി പുഴയിലേക്ക് മാസങ്ങളായി മലിനജലം ഒഴുക്കിവിട്ട സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ബ്ലോക്ക് തല അടിയന്തര യോഗം ചേർന്നു. കുറുമാലിപ്പുഴ മലിനമാക്കിയ ഹോട്ടൽ ഉടമകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യോഗം കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പുതുക്കാട് മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പമ്പ് ഹൌസിന്റെ 20 മീറ്റർ അകലെയാണ് ഹോട്ടലിൽ നിന്ന് മലിനജലം ഒഴുക്കുന്നത്. ഹോട്ടലിലെ ആവശ്യങ്ങൾക്കായുള്ള ജലം പമ്പ് ചെയ്യുന്നതും കുറുമാലി പുഴയിൽ നിന്നാണെന്നും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. പുതുക്കാട് പോലീസ് സംഭവസ്ഥലത്തെത്തി. മഴക്കാല കള്ളന്മാരെ കരുതിയിരിക്കാൻ ചാവക്കാട് ജനമൈത്രി പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം. കള്ളന്മാരെ പിടിക്കുന്നതിനായി പലയിടത്തും ഒളിക്യാമറകൾ സ്ഥാപിച്ചതായി CI സിബിച്ചൻ ജോസഫ്, SI MK ഷാജി എന്നിവർ അറിയിച്ചു. രാത്രികാലങ്ങളിൽ 2 ജീപ്പുകളും 2 ബൈക്കുകളും മൊബൈൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. ടൗണിലേക്ക് കടക്കുന്ന വാഹനങ്ങൾക്ക് 3 വഴികളിലൂടെ മാത്രമേ പുറത്തുപോകാനാകൂ. രാത്രിയിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ടും പുറത്തുപോകാത്ത വാഹനങ്ങളെ സ്റ്റേഷനകത്തിരുന്ന് കണ്ടെത്തി പരിശോധിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. വീട്ടുകാർ വീട് പൂട്ടി പുറത്തുപോകുമ്പോൾ അയൽ വീട്ടുകാരെ അറിയിക്കണമെന്നും ആഴ്ചകൾ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നതെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വീടിന് പുറത്തുള്ള ലൈറ്റ് ഇടണമെന്നും വീട്ടുപരിസരത്ത് മഴു, വെട്ടുകത്തി, പാര തുടങ്ങിയവ അലക്ഷ്യമായി ഇടരുതെന്നും പോലീസ് അറിയിച്ചു. രാത്രികാലങ്ങളിൽ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും അരികിൽ അപരിചിതരെ കണ്ടാൽ വിവരം അറിയിക്കണം. ഇത്തരം സ്ഥാപനങ്ങൾക്കടുത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാടുകൾ വെട്ടിനശിപ്പിക്കണമെന്നും കൂടുതൽ വെളിച്ചമൊരുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം കൂട്ടമായിരുന്നു കാണാൻ വീട്ടിൽ നിന്ന് പുരുഷന്മാർ പോകുന്ന സമയത്ത് മോഷണ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ വേണമെന്നും പോലീസ് അറിയിച്ചു. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി അനധികൃതമായി പലിശയ്ക്ക് പണം നൽകിയിരുന്നയാളെ ഗുരുവായൂരിൽ അറസ്റ്റ് ചെയ്തു. കോട്ടപ്പടി കുലുക്കല്ലൂർ കുമ്മാത്ത് സദാനന്ദനെയാണ് ഗുരുവായൂർ CI K സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. CIക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ബുധനാഴ്ച രാവിലെ പോലീസ് ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയായിരുന്നു. റെയ്ഡിൽ 16 ചെക്ക് ലീഫുകളും 20 മുദ്രപത്രങ്ങളും പോലീസ് കണ്ടെടുത്തു. അമിത പലിശയ്ക്ക് പണം വായ്പ നൽകുകയും ഈടായി മുദ്രപത്രങ്ങളും ചെക്കുകളും വാങ്ങി വയ്ക്കുകയുമാണ് ഇയാളുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. പട്ടികജാതിക്കാരുടെ പരാതികൾ കേൾക്കാനും തീർപ്പാക്കാനും ജില്ലാ പോലീസ് മേധാവി മാള പഞ്ചായത്തിലെ ആനപ്പാറ കോളനിയിലെത്തി. പോലീസിന്റെ കോളനി സന്ദർശന പരിപാടിയുടെ ഭാഗമായാണ് ജില്ലാ പോലീസ് മേധാവി N വിജയകുമാർ ഇവിടെ എത്തിയത്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും കോളനിയിലെ മുതിർന്ന അംഗങ്ങൾക്ക് വസ്ത്രങ്ങളും N വിജയകുമാർ വിതരണം ചെയ്തു. തുടർന്ന് കോളനി നിവാസികളുടെ പരാതികൾ സ്വീകരിച്ചു. കോളനിക്കാർ നൽകിയ 11 പരാതികളിൽ ഒരെണ്ണം തീർപ്പാക്കി. ബാക്കിയുള്ള പരാതികളിലേറെയും റവന്യൂ വകുപ്പും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇത്തരം പരാതികൾക്ക് അതത് വകുപ്പുകളിലേക്ക് അന്വേഷണത്തിനും നടപടിക്കുമായി കൈമാറാൻ തീരുമാനിച്ചു. വസ്തു സംബന്ധിച്ചുള്ള പരാതികളും പോലീസിന് മുന്നിലെത്തി. കോളനി സന്ദർശന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി DYSP ടോമി സെബാസ്റ്റ്യൻ, CK സജീവൻ, CK തിലകൻ, മാള CI KA അബ്ദുൾ സലാം, SI സജിൻ ശശി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ പെട്ടി ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവറായ കുന്നംകുളം തിരുത്തിക്കാട് വീട്ടിൽ അനിൽകുമാറിനാണ് പരിക്കേറ്റത്.
തല ചായ്ക്കാൻ സ്വന്തമായി ഒരിടമില്ലാത്ത വൃദ്ധ ദമ്പതികൾ പാലേക്കര ദേശീയപാതയോരം കൂരയാക്കി മാറ്റിയിരിക്കുന്നു. മാള സ്വദേശികളായ അജീറും ഭാര്യ പ്രേമയുമാണ് പാലിയേക്കര മേൽപ്പാലത്തിനടിയിൽ കഴിഞ്ഞുകൂടുന്നത്. അസുഖത്തെ തുടർന്ന് അജീറിന്റെ ഇരുകാലുകളും വർഷങ്ങൾക്ക് മുൻപേ മുറിച്ചു കളഞ്ഞിരുന്നു. അജീറിനെ കൈവണ്ടിയിൽ ഇരുത്തിയാണ് ഭാര്യ പ്രേമ ഓരോ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. മകളുടെ വിവാഹ ആവശ്യത്തിനു വേണ്ടി സ്വന്തമായുണ്ടായിരുന്ന വീടും പുരയിടവും വിൽക്കേണ്ടി വന്നതോടെയാണ് ഇവർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത്. തുടർന്ന് മകന്റെയൊപ്പം മരത്താക്കര കുഞ്ഞനംപാറയിൽ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. എന്നാൽ മകനുമായി ഉണ്ടായ അസ്വാരസ്യത്തെ തുടർന്ന് തലൂരിലേക്ക് താമസം മാറുകയായിരുന്നു. വീടിനോട് ചേർന്നുള്ള ഒറ്റമുറിയിൽ 50 രൂപ ദിവസ വാടകയ്ക്കായിരുന്നു ഇവരുടെ താമസം. എന്നാൽ വീട്ടുടമ വാടക 70 രൂപയാക്കിയത് താങ്ങാനാകാതായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഭർത്താവിനെയും ഉന്തുവണ്ടിയിലിരുത്തി തള്ളി നടന്ന് ലോട്ടറി വിൽപ്പന നടത്തിയായിരുന്നു പ്രേമ ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത്. മകളുടെ വിവാഹത്തിന് വീട് വിറ്റുവെങ്കിലും വിവാഹശേഷം മകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. തലചായ്ക്കാൻ ഒരിടമോ വിശപ്പകറ്റാൻ ഭക്ഷണമോ ലഭിക്കാതെ ഇനിയും എത്ര കാലം മുന്നോട്ടു പോകുമെന്നറിയാതെ വിധിയുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. TCV പുതുക്കാട്. പാവറട്ടി കാക്കശ്ശേരി പാവൂട്ടക്കുളങ്ങര വയലിത്തറയും ക്ഷേത്രവും നിൽക്കുന്ന ഭൂമി ക്ഷേത്രം ട്രസ്റ്റിന് വിട്ടുനൽകണമെന്ന് ഹിന്ദു ഐക്യവേദി യോഗം ആവശ്യപ്പെട്ടു. ചെറുവക്കര മനവക സ്ഥലത്താണ് വയലിത്തറ സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് വയലിത്തറ നിൽക്കുന്ന 6.25 സെന്റ് സ്ഥലം ഉൾപ്പെടെ 10 സെന്റ് സ്ഥലം പാവൂട്ടക്കുളങ്ങര വയലി ട്രസ്റ്റിന് ഇഷ്ടദാനമായി നൽകാമെന്നും സമീപമുള്ള 20 സെന്റ് സ്ഥലം വിലയ്ക്ക് നൽകാമെന്നും ഭൂവുടമകൾ ഉറപ്പു നൽകിയിരുന്നു അത്രേ. എന്നാൽ ഈ സ്ഥലം ഇപ്പോൾ ഭൂവുടമ മറ്റൊരാൾക്ക് വിറ്റതായി വയലി കമ്മിറ്റി ആരോപിക്കുന്നു. ക്ഷേത്രം ട്രസ്റ്റിന് വാഗ്ദാനം ചെയ്ത ഭൂമി വിട്ടു നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, വേട്ടുവ മഹാസഭ ജില്ലാ പ്രസിഡന്റ് TK കുമാരൻ, BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രമോദ് ആനേടത്തയിൽ തുടങ്ങിയവർ സംസാരിച്ചു. KV വേലായുധൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ അശ്രദ്ധ മൂലം ചെറുതുരുത്തി ഗ്രാമത്തിന്റെ പേര് മാറി. ചെറുതുരുത്തിയിൽ പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച ബോർഡുകളിൽ ചെറുതുരുത്തി എന്നതിന് പകരം ചെറുത്തുരുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്യസംസ്ഥാന കമ്പനികൾക്ക് ഈ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള ക്വട്ടേഷൻ നൽകിയതാണ് ഇത്തരത്തിൽ തെറ്റ് സംഭവിക്കാൻ കാരണം. തെറ്റ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടും ബോർഡ് മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ചാവക്കാട് മണത്തല BBA LP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം വാർഡ് കൗൺസിലർ KK സുധീരൻ നിർവഹിച്ചു. പ്രധാനാധ്യാപിക TP സർഫുനിസ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK കാർത്തിയായിനി, AEO PD പ്രതീഷ്, BPO KM ലൈല, MB അഷ്റഫ്, MB കോയാലി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ മോട്ടോർ വാഹന തൊഴിലാളി സംയുക്ത സമരസമിതി നടത്തിയ സമരപ്രചാരണ വാഹന ജാഥയ്ക്ക് പാവറട്ടിയിൽ സ്വീകരണം നൽകി. വാഹന നികുതി വർധന പിൻവലിക്കുക, മോട്ടോർ വാഹന ക്ഷേമനിധിയിലെ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹന ജാഥ നടത്തുന്നത്. AITUC ജില്ലാ സെക്രട്ടറി AA മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PK രാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KV ഹരിദാസൻ, TP ജോസ്, മുഹമ്മദ് സിംല, AP ആന്റോ എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തിക്ക് ആശ്വാസമായി ഐഡിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസ്. ദിനംപ്രതി റോഡ് അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ചെറുതുരുത്തിയിലെ നാട്ടുകാർക്ക് സഹായവുമായി എത്തുകയാണ് ഐഡിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് ആംബുലൻസ് പാർക്ക് ചെയ്യുന്നത്. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. പാഴിയോട്ടുമുറി പാത്രമംഗലം റോഡിൽ താഴത്തെപ്പുരയ്ക്കൽ രാധയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വീടിന് പുറകുവശത്ത് നിന്നിരുന്ന മരമാണ് കടപുഴകി വീണത്. എടമുട്ടത്തെ വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിൽ അംഗത്വം നൽകാത്ത ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. എടമുട്ടം തവളക്കുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബാങ്കിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ BJP നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് AR അജിഘോഷ് ഉദ്ഘാടനം ചെയ്തു. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PV ആനന്ദൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സേവ്യർ പള്ളത്ത്, ശ്യാമള പ്രേംദാസ്, NK ഭീതിഹരൻ, ഷൈൻ നെടിയിരിപ്പിൽ, യദുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് പിന്നാലെ ബാങ്ക് അധികൃതരുമായി ചർച്ച ചെയ്തെങ്കിലും അംഗത്വം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ബാങ്ക് ഉപരോധിക്കാനും ശ്രമം നടത്തി. തുടർന്ന് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി ഉപരോധ സമരത്തിൽ നിന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു.
ഭൂമി നൽകാമെന്ന് പറഞ്ഞ് വീട്ടമ്മയെ കബളിപ്പിച്ച് പണം തട്ടിയ സംഘത്തിലെ ഒരാൾ പിടിയിലായി. എരുമപ്പെട്ടി മരത്തംകോട് വീട്ടിൽ വേലായുധനാണ് പിടിയിലായത്. പെരുമ്പിലാവ് സ്വദേശിനിക്ക് വെള്ളറക്കാട് ഭൂമി നൽകാമെന്ന് പറഞ്ഞ് 2.5 ലക്ഷം രൂപ ഇവർ വാങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് സ്ഥലം ലഭിക്കാതായപ്പോൾ അന്വേഷിച്ചതിനെ തുടർന്ന് ഉടമസ്ഥൻ ഈ ഭൂമി മറ്റൊരാൾക്ക് വിറ്റതായി മനസ്സിലായി. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് വേലായുധൻ പിടിയിലായത്. സംഘത്തിലെ മറ്റൊരാൾക്കു വേണ്ടി അന്വേഷണം തുടരുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TM നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് TA ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വേണു വെണ്ണറ, KP സുനിൽകുമാർ, VM ജോണി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി മൃഗാശുപത്രിയുടെ അധീനതയിലുള്ള സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറി വേലികെട്ടി മുളകൾ മുറിച്ചുകടത്താൻ ശ്രമിക്കുന്നു. മൃഗാശുപത്രി കെട്ടിടം പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് പുറമ്പോക്ക് സ്ഥലമാണ് പ്രദേശത്തെ കോൺഗ്രസ് നേതാവ് കയ്യേറി വേലികെട്ടി മുളകൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചുകടത്താൻ ശ്രമിക്കുന്നത്. പഞ്ചായത്ത് മൃഗാശുപത്രിക്കായി നൽകിയ 20 സെന്റ് സ്ഥലത്തിലെ 5 സെന്റ് സ്ഥലമാണ് സ്വകാര്യ വ്യക്തി അതിക്രമിച്ച് കടന്നുകയറിയിരിക്കുന്നത്. വെറ്ററിനറി സർജൻ ഡോക്ടർ സുധീഷ് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുളകൾ മുറിച്ചു കടത്തുന്നത് തടഞ്ഞുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി മെമ്മോ നൽകിയിട്ടുണ്ട്. അതേസമയം മൃഗാശുപത്രിക്കായി പഞ്ചായത്ത് അനുവദിച്ച സർക്കാർ ഭൂമി കയ്യേറിയ വ്യക്തി കോൺഗ്രസ് പ്രാദേശിക നേതാവായതിനാൽ പഞ്ചായത്ത് ഭരണസമിതി ഇതിനെതിരെ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നും കയ്യേറിയ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും CPM എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM അഷ്റഫ് പറഞ്ഞു. വേലികെട്ടി തിരിച്ച് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. പൊതുസ്ഥലത്ത് നിൽക്കുന്ന മുളകളും അതുപോലെ തന്നെ മറ്റു മരങ്ങളുമെല്ലാം ഈ സ്വകാര്യ വ്യക്തി ഇവിടുന്ന് മുറിച്ചു കൊണ്ടുപോകാനും അത് ആ സ്ഥലം തൻ്റെ അധീനതയിലാക്കാനും ശ്രമിക്കുകയാണ്. പൊതുസ്ഥലം സംരക്ഷിക്കേണ്ട പഞ്ചായത്ത് ഭരണസമിതിയും ഇതിന് ബന്ധപ്പെട്ട അധികൃതരാരും തന്നെ ഇതിൽ കൃത്യമായി ഇടപെടുന്നില്ല എന്ന ഒരു ദുഃഖസത്യം. മുത്തശ്ശിയെയും അമ്മയെയും ആക്രമിച്ച യുവാവിനെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തു. മുറ്റിച്ചൂർ പടിയത്ത് താമസിക്കുന്ന കണ്ണപ്പശ്ശേരി കുഞ്ഞിരാമന്റെ ഭാര്യ 97 വയസ്സുള്ള അമ്മുവിനെയും മകൾ രാധയെയുമാണ് ആക്രമിച്ചത്. രാധയുടെ മകനായ പടിയം കൊച്ചത്ത് ഷൈനിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. മെയ് 7-നും ഇവർക്ക് മർദ്ദനമേറ്റിരുന്നു. തുടർന്ന് കളക്ടർക്ക് നൽകിയ പരാതി പ്രകാരം ഷൈനിനെ നേരത്തെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയ ഷൈൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് ശല്യം ചെയ്യുകയാണെന്ന് അമ്മ രാധ പറഞ്ഞു. മുത്തശ്ശിയുടെ പേരിലുള്ള 23 സെന്റ് സ്ഥലത്തിനു വേണ്ടി മകൻ ഷൈൻ അമ്മയെ തല്ലുന്നത് കണ്ട് മുത്തശ്ശി അമ്മു ഇടപെടുകയായിരുന്നു. തുടർന്ന് മുത്തശ്ശിയെ തള്ളിയിടുകയും തലയിലും പുറത്തും മർദ്ദിക്കുകയും ചെയ്തതായി പറയുന്നു. സംഭവത്തിനു ശേഷം അമ്മ രാധയുടെ കഴുത്തിലെ സ്വർണ്ണമാലയും പൊട്ടിച്ചാണ് ഷൈൻ പോയത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ മുത്തശ്ശി അന്തിക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആഡംബര പ്രാവുകളെ മോഷ്ടിച്ച പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം SN പുരം സ്വദേശി കണിയാത്ത് വീട്ടിൽ ജോബി എന്ന ജോസഫ് ഗ്രിഗറിയെയാണ് ഇരിങ്ങാലക്കുട SI MJ ജിജോയും സംഘവും അറസ്റ്റ് ചെയ്തത്. പട്ടേപ്പാടം സ്വദേശിയായ അൻവറിന്റെ വീട്ടിൽ നിന്ന് ആഡംബര പ്രാവുകളെ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. കൂടാതെ ഇരിങ്ങാലക്കുട സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കണ്ണിക്കുളങ്ങര, മാള സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പകരപ്പിള്ളി, മങ്കിടി, പുത്തൻചെറിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇയാൾ പ്രാവുകളെ മോഷ്ടിച്ചിട്ടുണ്ട്. പൗട്ടർ, ജാക്ക് കോർമി, ഹിപ്പി തുടങ്ങിയ വിദേശ ഇനം പ്രാവുകളെയാണ് ജോസഫ് മോഷ്ടിക്കാറുള്ളത്. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പോലീസുകാരായ രാഹുൽ, ഷിജിൽ, സന്തോഷ്, രാജേഷ് എന്നിവരുമുണ്ടായിരുന്നു. മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങടിയൂർ ചന്ദ്രശേഖരൻ വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സീത ഗണേഷ് അധ്യക്ഷത വഹിച്ചു. TC ജെസി, MR മോഹനൻ, ഷൈമ അനിരുദ്ധൻ, KR അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം ബൈജു തിയേറ്റർ പരിസരത്ത് ഹൈക്കോടതി വിധി ലംഘിച്ച് വിൽപ്പനയ്ക്ക് വച്ച മത്സ്യങ്ങൾ നഗരസഭ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. അരി മാർക്കറ്റിന്റെ പ്രവേശന കവാടത്തിലായി പതിറ്റാണ്ടുകളായി അനധികൃത മത്സ്യക്കച്ചവടം നടന്നുവരുന്നു. ഇത് ഹൈക്കോടതി വിധി പ്രകാരം നിർത്തിവച്ചിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 20,000-ൽ പരം രൂപ വിലയുള്ള ചെമ്മീൻ, അയല, മത്തി തുടങ്ങിയ മീനുകളാണ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് നശിപ്പിച്ചത്.
ചേർപ്പിൽ നളചരിതം കഥകളി ഉത്സവം ആരംഭിക്കുന്നു. യുവതലമുറയുടെ പ്രതിനിധി ഷൺമുഖൻ മുതൽ കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ വരെയുള്ളവർ ഉത്സവത്തിൽ പങ്കെടുക്കും. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള സോപാനം സാംസ്കാരിക നിലയത്തിൽ ഈ മാസം 19 മുതൽ 22 വരെയാണ് നൈഷധീനം കഥകളി മേള നടക്കുന്നത്. ചേർപ്പ് കഥകളി ആസ്വാദക വേദിയുടെ കൂട്ടായ്മയിലാണ് നളചരിതോത്സവം അരങ്ങേറുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6:30 ആരംഭിക്കുന്ന കഥകളിക്ക് മുൻപായി പുതിയ പ്രേക്ഷകർക്കായി ആസ്വാദന പരിചയവും നൽകും. കാട്ടൂർ ബസാറിലെ മാലിന്യങ്ങൾ നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാട്ടൂർ ബസ് സ്റ്റാൻഡ് പരിസരം, കാട്ടൂർ സെന്റർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. സെന്ററിന് സമീപമുള്ള കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ സമീപത്തെ ഓടയിൽ തള്ളുന്നത് നിത്യസംഭവമാണ്. ഇതുമൂലം ഒഴുക്ക് തടസ്സപ്പെട്ട് ഓടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായും ദുർഗന്ധം വമിക്കുന്നതായും പരാതിയുണ്ട്. കൂടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചിലർ രാത്രികാലങ്ങളിൽ കത്തിക്കാൻ ശ്രമിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനോടും അംഗത്തിനോടും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. എളവള്ളി CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സഹകരണ ബാങ്കിന് കീഴിലുള്ള നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. ചിറ്റാറ്റുകര പോൾ മാസ്റ്റർ പടി ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ബാങ്കിനു സമീപം പാവറട്ടി SI PR ബിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. KM പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. TV ഹരിദാസൻ, AP സിദ്ധാർത്ഥൻ, TK ചന്ദ്രൻ, ജിയോ ഫോക്സ്, PF രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. എറവ് സ്വകാര്യ സ്കൂളിൽ കെട്ടിടം പണിക്കെത്തിയ ബംഗാളി സ്വദേശിയെ കാണാതായതായി പരാതി. വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശി 35 വയസ്സുള്ള ഘുഷ് മണ്ഡലിനെയാണ് കാണാതായതായി ബന്ധുക്കൾ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത്. ഈ മാസം 3-ന് നാട്ടിലേക്കെന്ന് പറഞ്ഞു പോയ ഇയാൾ നാട്ടിൽ എത്തിയിട്ടില്ലെന്ന് പരാതിയിൽ പറയുന്നു. ഘുഷ് മണ്ഡലിയുടെ ബൈക്കും മൊബൈൽ ഫോണും മറ്റു രേഖകളും എറവ് പള്ളിക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ജില്ലാ മോട്ടോർ വാഹന സംയുക്ത തൊഴിലാളി സമരസമിതിയുടെ നേതൃത്വത്തിൽ ചക്രസ്തംഭന സമരത്തിന്റെ ഭാഗമായി നടത്തുന്ന ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ PB രാജീവ്, CK രവി, CV ജാക്സൺ, NK ഉണ്ണികൃഷ്ണൻ, AS ഡേവിസ് എന്നിവർ പങ്കെടുത്തു. ജില്ലാ മോട്ടോർ വാഹന തൊഴിലാളി സമരസമിതി നടത്തുന്ന 48 മണിക്കൂർ പണിമുടക്കിനും RTO ഓഫീസ് മാർച്ചിനും മുന്നോടിയായുള്ള വാഹന പ്രചാരണ ജാഥയ്ക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകി. IK കുങ്കൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ KV ഹരിദാസിനെ പ്രവർത്തകർ ഹാരമണിയിച്ചു. വിവിധ യൂണിയൻ നേതാക്കളായ പ്രേമചന്ദ്രൻ വടക്കേടത്ത്, PV വിജയകുമാർ, IK വിഷ്ണുദാസ്, AT ജോസ് എന്നിവർ സംസാരിച്ചു. സ്പന്ദനം വടക്കാഞ്ചേരി സംഘടിപ്പിക്കുന്ന 2ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം ഈ മാസം 20 മുതൽ 24 വരെ താളം തിയേറ്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരിയിൽ അറിയിച്ചു. ചലച്ചിത്ര നടി KPAC ലളിത ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. PK ബിജു MP, കളക്ടർ MS ജയ എന്നിവർ മുഖ്യാതിഥികളാകും. 14 മലയാള ഭാഷാ ചിത്രങ്ങൾ, 11 അന്യഭാഷാ ചിത്രങ്ങൾ, 14 ഷോർട്ട് ഫിലിമുകൾ, 13 ഡോക്യുമെന്ററികൾ എന്നിവയാണ് 5 ദിവസത്തെ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നത്. സ്പന്ദനം രക്ഷാധികാരി PN സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ, സെക്രട്ടറി KK അബൂബക്കർ, ട്രഷറർ PK സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജൈവവള വിതരണത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി DYFI നേതാക്കൾ ആരോപിച്ചു. പദ്ധതി പ്രകാരം ഉപഭോക്താവിന് തെങ്ങൊന്നിന് കപ്പലണ്ടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ 1 കിലോഗ്രാം വീതമാണ് നൽകേണ്ടത്. എന്നാൽ 3 സെന്റ് ഭൂമിയുള്ളവർക്ക് 300ഉം 400ഉം കിലോ വീതമാണ് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് നൽകിയിട്ടുള്ളത്. ഇതു സംബന്ധിച്ച് പരാതിയിൽ ജൂലൈ 7-നകം റിപ്പോർട്ട് നൽകാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടതായി DYFI നേതാക്കളായ VR ഷിജിത്ത്, AS സിബിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്തിക്കാട് വന്നേരിമുക്ക് അഞ്ചങ്ങാടി റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായി. കാലവർഷത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ കുണ്ടും കുഴിയിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. 1 കിലോമീറ്ററിലധികം വരുന്ന റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുകയാണ്. സ്വകാര്യ ബസ് അടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മാസങ്ങളായി ശോചനീയാവസ്ഥയിലായ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പഞ്ചായത്ത് അധികൃതരും ഇതുവരെ നടപടി കൈക്കൊണ്ടിട്ടില്ല എന്ന് ആക്ഷേപമുണ്ട്. ആത്മ പ്ലസിന്റെ നേതൃത്വത്തിൽ പെരുവല്ലൂരിൽ കർഷക വയൽശാല നടന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TA എമിലി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുനീതി അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ PL ശ്രീജ കീടനിയന്ത്രണത്തെക്കുറിച്ചുള്ള സെമിനാറിന് നേതൃത്വം നൽകി.
കൃഷി ഓഫീസർ സ്മിത ഫ്രാൻസിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG ബാജി, NK സുബ്രഹ്മണ്യൻ, PN നാനു എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ വായനശാല ഇപ്പോഴും സജീവം. ജനമൈത്രി പോലീസിന് കീഴിൽ 1 വർഷം മുൻപാണ് വായനശാല ആരംഭിച്ചത്. ഒരു വായനാ ദിനത്തിൽ അന്തിക്കാട് SI ആയിരുന്ന പ്രേമാനന്ദകൃഷ്ണനാണ് വായനശാല എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പൾസ് കല്ലിടവഴിയുടെ സഹകരണത്തോടെയാണ് പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കായി വായനശാല തുറന്നുകൊടുത്തത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ദിനംപ്രതി വായനശാലയിലെത്തുന്നു. 200-ലധികം മെമ്പർഷിപ്പുകൾ ഈ വായനശാലയ്ക്കുണ്ട്. 3000-ൽ താഴെ പുസ്തകങ്ങളും. കഥ, കവിത, ലേഖനം, യാത്രാവിവരണം, നോവൽ, ചരിത്രം, ആത്മകഥ, റെഫറൻസ് ബുക്കുകൾ എല്ലാം അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ വായനശാലയിലുണ്ട്. വായനശാല പ്രവർത്തനം കൂടുതൽ സജീവമാക്കേണ്ടതുണ്ടെന്ന് പൾസ് കല്ലിടവഴി കോർഡിനേറ്റർ അബ്ബാസ് പറഞ്ഞു. അന്തിക്കാട് ജനമൈത്രി പോലീസിൻ്റെ വായനശാല ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായി നല്ല രൂപത്തിൽ തന്നെ നടക്കുകയാണ്. സ്കൂൾ കുട്ടികൾ, പിന്നെ അതുപോലെ പൊതുരംഗങ്ങളിലുള്ള ഒരുപാട് ആൾക്കാരെല്ലാം റീഡിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ പുസ്തകങ്ങൾ മറ്റേ വിപണിയിലെത്തുന്നത് അതിൻ്റേതായ രൂപത്തിൽ പോയിട്ട് മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. അതിനുള്ളൊരു സംവിധാനങ്ങൾ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വായനശാല തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു വായനശാലയായിട്ട് മാറി നല്ല പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടാവും എന്നതിൽ തർക്കമില്ല. പല സുമനസ്സുകളുടെ സഹകരണത്തോടെയാണ് വായനശാലയുടെ പ്രവർത്തനം സജീവമാക്കുന്നത്. വായനശാല തുടങ്ങിവെച്ച SI പ്രേമാനന്ദകൃഷ്ണന്റെ കാലത്ത് പെറ്റി കേസുകൾക്ക് വായനയായിരുന്നു ശിക്ഷ. CI ആയി സ്ഥലം മാറിപ്പോയെങ്കിലും വായനശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ജീവിതം അർത്ഥപൂർണമാകാൻ നല്ല പുസ്തകങ്ങൾ വായിക്കണമെന്ന ചിന്തയാണ് അന്തിക്കാട് ജനമൈത്രി വായനശാലയെ മുന്നോട്ട് നയിക്കുന്നത്. TCV ന്യൂസ്, അന്തിക്കാട്. വായിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കവിതാ സമാഹാരമായി സത്താർ ആദൂർ രചിച്ച 1 സെന്റിമീറ്റർ മാത്രം നീളമുള്ള 1 എന്ന പുസ്തകം ബ്രിട്ടന്റെ റെക്കോർഡ് ഹോൾഡേഴ്സ് റിപ്പബ്ലിക്കിൽ ഇടം നേടി. വേൾഡ് സ്മോളസ്റ്റ് റീഡബിൾ പോയട്രി ബുക്ക് നെയ്മഡ് 1 എന്ന ടൈറ്റിലാണ് ഈ കൃതി ഇടം പിടിച്ചിരിക്കുന്നത്. 300 മില്ലിഗ്രാം മാത്രം തൂക്കമുള്ള 68 പേജുകളുള്ള ഈ പുസ്തകത്തിൽ 66 ഭാഷകളിലുള്ള വ്യത്യസ്ത കവിതകളാണുള്ളത്. സ്വന്തം കവിതകൾ 57 വിദേശ ഭാഷകളിലേക്കും 9 ഇന്ത്യൻ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് സത്താർ ഈ സമാഹാരം 2012-ൽ പ്രസിദ്ധീകരിച്ചത്. ചേർപ്പ് പഞ്ചായത്ത് ലൈബ്രറി പുസ്തകങ്ങൾ കൊണ്ട് സമൃദ്ധമാണെങ്കിലും വേണ്ടത്ര സൗകര്യങ്ങളില്ലെന്ന് പരാതി. 6000-ലേറെ പുസ്തകങ്ങളുടെ ശേഖരം ലൈബ്രറിയിലുണ്ട്. ദിനംപ്രതി നിരവധി വായനക്കാരും ലൈബ്രറിയിൽ എത്താറുണ്ട്. ചേർപ്പിലെ യൂണിയൻ പബ്ലിക് ലൈബ്രറിയും അവഗണനയിലാണ്. ലൈബ്രറി കെട്ടിടത്തിന്റെ സൗകര്യക്കുറവും പ്രവർത്തന കാര്യക്ഷമതയില്ലായ്മയും ലൈബ്രറിയെ മങ്ങലേൽപ്പിക്കുന്നതായാണ് പരാതി. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടശാംകടവിൽ സൗജന്യ ഹോമിയോ ചികിത്സാ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CG മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ സബിത പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ ജനാർദ്ദനൻ മണ്ണുമ്മൽ, ലോഹിതാക്ഷൻ മാമ്പുള്ളി, മണലൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പണ്ഡിത സംഗമം സംഘടിപ്പിച്ചു. മതിലകം ജൗഹറുൽ ഹുദ മദ്രസയിൽ നടന്ന സംഗമം SYS ജില്ലാ പ്രസിഡന്റ് NS ഷറഫുദ്ദീൻ മൗലവി വെൺമേനാട് ഉദ്ഘാടനം ചെയ്തു. SKJU ജില്ലാ പ്രസിഡന്റ് SMK തങ്ങൾ അധ്യക്ഷനായി. KC മുഹമ്മദ് ബാഘവി ക്ലാസ് എടുത്തു. അബ്ദുസലാം ഫൈസി, അൻവർ മുഹിയുദ്ദീൻ ഹുദവി, PY മുസ്തഫ നിസാമി തുടങ്ങിയവർ സംസാരിച്ചു. വികലാംഗനായ DYFI നേതാവിനെ ഇരിങ്ങാലക്കുട SI മർദ്ദിച്ചതായി പരാതി. DYFI കരൂപ്പടന്ന യൂണിറ്റ് സെക്രട്ടറിയും CPM അംഗവുമായ അറക്കപ്പറമ്പിൽ അബ്ദുൾ ഖാദറിനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് കരൂപ്പടന്ന സെന്ററിലാണ് സംഭവം. SI MJ ജിജോ തള്ളിയിട്ടതിനെ തുടർന്ന് അബ്ദുൾ ഖാദറിന് പരിക്കേറ്റതായും പറയുന്നുണ്ട്. ഇയാൾ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ പരാതി വ്യാജമാണെന്നും റോഡിൽ വാഹനങ്ങൾ തടഞ്ഞ് പിരിവ് നടത്തിയതിനെ തുടർന്ന് ലഭിച്ച പരാതിയിലാണ് ഇയാളെ ചോദ്യം ചെയ്തതെന്നും SI പറഞ്ഞു. റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് അബ്ദുൾ ഖാദർ എന്നും SI പറയുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും ഡോക്ടർമാർ ഇല്ലാത്തതിന്റെ കുറവ് നികത്താൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചേർപ്പ് ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു.
അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വനജകുമാരി അധ്യക്ഷയായി. VR സരള, PC ശ്രീദേവി, നന്ദിനി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുറുമാലിപ്പുഴയിലേക്ക് മലിനജലം ഒഴുക്കിയിരുന്ന ഹോട്ടലിന് ആരോഗ്യവകുപ്പ് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകി. പുഴ മലിനമാക്കിയ ഹോട്ടൽ ഉടമകൾക്കെതിരെ നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കളക്ടറോട് ആവശ്യപ്പെട്ടു. മഴക്കാല കള്ളന്മാരെ കരുതിയിരിക്കാൻ ചാവക്കാട് ജനമൈത്രി പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം. രാത്രികാലങ്ങളിൽ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും അരികിൽ അപരിചിതരെ കണ്ടാൽ വിവരമറിയിക്കണമെന്നും പോലീസ്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി കൊള്ളപ്പലിശയ്ക്ക് പണം നൽകിയിരുന്നയാളെ ഗുരുവായൂരിൽ അറസ്റ്റ് ചെയ്തു. കോട്ടപ്പടി സ്വദേശി സദാനന്ദനാണ് പിടിയിലായത്. നിരവധി ചെക്ക് ലീഫുകളും മുദ്രപത്രങ്ങളും വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്തു. ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.